കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നാദാപുരം വാണിമേൽ സ്വദേശി റീജിത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത് ശസ്ത്രക്രിയാ പിഴവാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ഇടത് വൃക്കയ്ക്ക് പകരം വലത് വൃക്ക മാറി ശസ്ത്രക്രിയ നടത്തിയതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ ബന്ധുക്കളുടെ പ്രതിഷേധത്തിന് പിന്നാലെ അന്വേഷണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ഇത്രയും ഇൻഫെക്ഷൻ ആകുന്നവരെ ഇവരൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. ഇവർ വെറും റെഡിയാവും 10 മാസത്തോളം റെഡിയാവുന്ന വേദനയും ഈ പഴുപ്പ് സഹിച്ച് ഇയാളിങ്ങനെ ഇന്ന് രാവിലെ മരണപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് നാദാപുരം വാണിമേൽ സ്വദേശിയായിട്ടുള്ള റീജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ബന്ധുക്കൾ ശസ്ത്രക്രിയാ പിഴവ് ആരോപണവുമായി രംഗത്ത് വന്നത്. റീജിത്തിന് വൃക്കയിൽ കല്ലുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഇവിടെ ചികിത്സയ്ക്കായി വന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു. അന്ന് 2025 ഓഗസ്റ്റ് 6-നാണ് റീജിത്തിൻ്റെ ആദ്യത്തെ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിൻ്റെ തലേ ദിവസം പോലും റീജിത്ത് കൃത്യമായി ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നയാളാണ്. ആ റീജിത്ത് അവിടേക്ക് പോയിരുന്നു, ജോലിക്കായി പോയിരുന്നു. പിന്നീട് 2025 ഓഗസ്റ്റ് 6-ന് ഇവിടെ വരികയും അന്ന് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. അന്ന് ഈ ഇടതുഭാഗത്ത് നടത്തേണ്ട ശസ്ത്രക്രിയ വലതുഭാഗത്ത് മാറിയാണ് നടത്തിയത് എന്ന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് റീജിത്തിൻ്റെ ഭാര്യ തന്നെ പോലീസിൽ പരാതിയും നൽകിയിട്ടുമുണ്ട്. ചികിത്സാ പിഴവ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഏപ്രിൽ 1-ന് വീണ്ടും ബന്ധുക്കളുടെ അനുമതിയില്ലാതെ ശസ്ത്രക്രിയ നടത്തി എന്നാണ് ആരോപിക്കുന്നത്. അതേ തുടർന്ന് അസഹനീയമായിട്ടുള്ള വേദനയും പഴുപ്പും ഉണ്ടാവുകയും അത് റീജിത്തിൻ്റെ മരണത്തിലേക്ക് വരെ കലാശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കാൻ റീജിത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ഷിബു ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് 10-ാം തീയതി 10 മാസം മുന്നേ ആഗസ്റ്റ് 6-ന് സർജറി ചെയ്യാൻ വേണ്ടി ഡേറ്റ് കിട്ടുകയും സർജറി ചെയ്യുകയും ചെയ്തതാണ്. ചെയ്തതിന് ശേഷം ഇവിടെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയും വേദന കുറയാണ്ടായ സമയത്ത് ഡോക്ടറെ വീണ്ടും സമീപിക്കുകയും ഡോക്ടർ വന്ന് അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ നിന്നും പഴുപ്പ് മാറാണ്ടും വേദന സഹിക്കാണ്ടായപ്പോൾ വീണ്ടും ആഴ്ചയിൽ 2 പ്രാവശ്യം ഇവിടെ വരുന്ന അവസ്ഥയായി. അങ്ങനെ 7 മാസത്തോളം വന്ന സമയത്ത് അതിനിടയ്ക്ക് സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം മെഡിസിനൊക്കെ മാറ്റി കൊടുത്ത് ഈ പഴുപ്പ് മാറുന്നില്ല. പഴുപ്പ് മാറാതെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യാണ് ഏപ്രിൽ 1-ാം തീയതി ഇപ്പോൾ ടെസ്റ്റും സ്കാനിങ്ങും ആയിട്ട് വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞു. അത് വന്നപ്പോൾ അടിസ്ഥാനത്തിൽ ഡോക്ടറെ ചോദിച്ചപ്പോൾ ഒ.പിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ സർജറി റൂമിലാണുള്ളത്, സർജറി പോയി കാണാൻ വേണ്ടി പറഞ്ഞു ഡോക്ടറിൽ നിന്ന്. സർജറി റൂമിലേക്ക് പേഷ്യൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് വയസ്സായിരുന്ന പെങ്ങളും പിന്നെ അവരനിയനും കൂടി പുറത്തുനിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ് ഒരു സ്ലിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഈ സാധനം മേടിക്കണമെന്നാണ്. അപ്പോൾ റിപ്പോർട്ടൊന്നും വാങ്ങി നോക്കിയില്ലായിരുന്നു. ഈ തലേന്ന് എഴുതുന്ന ഇതിൻ്റെ രക്തത്തിൻ്റെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും മറ്റേ സ്കാനിങ് റിപ്പോർട്ടൊന്നും വാങ്ങി നോക്കാതെ ആണ് ഈ സ്ലിപ്പ് വരുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് സർജറി ഉണ്ട്. എന്ത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മുറിഞ്ഞ് ഈ പഴുപ്പും വേദനയൊന്നും ഒഴിവാക്കി തന്നാൽ മതി, ഞങ്ങൾ വിട്ടയച്ചാൽ മതി, അത് ഒഴിവാക്കി അത് വേദന പോകാനും പഴുപ്പും മാറ്റി തന്നായി പറഞ്ഞു. അപ്പോൾ ആ പഴുപ്പിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂർ ഞാൻ പറഞ്ഞു നിങ്ങൾ സാധനങ്ങൾ മേടിച്ചിട്ടില്ലേ, സർജറി നിർബന്ധമാണെന്ന് പറഞ്ഞു. സർജറി ചെയ്യേണ്ട നിങ്ങൾ ഉണക്കുന്ന സംവിധാനം ചെയ്യാൻ വീണ്ടും പറഞ്ഞു, കൺസെൻറ്റ് ഇല്ലാതെ. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ ബെഡിൽ ഇതിൻ്റെ സ്ട്രെച്ചറും കൂടെ ഓടുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ റീത്തിന് സർജറി ചെയ്തിരുന്നു, ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പകുതിയായപ്പോൾ പിന്നെ ഇൻഫെക്ഷൻ വന്ന് ഞങ്ങൾ ഡയാലിസിസ് ചെയ്തപ്പം BP കുറഞ്ഞു പോയി, അതുകൊണ്ട് ICUലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അന്ന് രാത്രി നമ്മൾ അറിയിച്ചിട്ടുള്ള ഞങ്ങൾ രാത്രി വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ സർജറി ചെയ്തിട്ടുണ്ട്, പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല, കല്ലെടുത്തിട്ടില്ല. നിലവിൽ ഇതുവരെ കല്ലൊട്ടി എടുത്തിട്ടില്ല, കല്ല് നമുക്കാരും കാണിച്ചു തന്നിട്ടില്ല. ഒരു ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും വേണുഗോപാൽ സാർ തന്നിട്ടില്ല. അപ്പോൾ അവർ ഡോക്ടർ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണോ സർജറി? അദ്ദേഹത്തിൻ്റെ ഒ.പിയിലാണ് കാണിച്ചിരുന്നത്. അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു നാട്ടു നടപ്പിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബെഡിൽ ഈ വേദന കുറയാണ്ടായപ്പോൾ അടുത്തുള്ള ബെഡിലൊക്കെ പറഞ്ഞ് നിങ്ങൾ പൈസ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ആഗസ്റ്റ് ഭാഗം മാറി ചെയ്ത് നമ്മൾ അറിയില്ലായിരുന്നു. നമുക്ക് പിന്നെ 2-ാമത്തിൽ പിന്നെ സർജറി ചെയ്തപ്പോൾ മനസ്സിലായി ഈ ഭാഗത്ത് കല്ലില്ല. ഇപ്പോൾ ചെറിയൊരു പൊടി പോലത്തെ സാധനം കാണിച്ചു കൊടുത്ത് കല്ല് കിട്ടിയിട്ടില്ല, നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അനുമതിയില്ലാതെ ചെയ്തു. അതിനും കല്ലൊന്നും കിട്ടിയിട്ടില്ല. കല്ലൊക്കെ നിലവിലിപ്പോൾ റീജിത്തിൻ്റെ തന്നെ ഉണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് 2 ഭാഗത്തും ക്രിയേറ്റിൻ കൂടി വൃക്ക കംപ്ലയിൻറ്റ് നോക്കിയാണ് അവരിപ്പോൾ പറയുന്നത്. പക്ഷേ വൃക്ക കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ കല്ലെടുക്കേണ്ട സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വൃക്ക മാറ്റി വെക്കലോ എന്തൊക്കെ സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇവരെന്ത് ചെയ്യണം, ഇവർ ചികിത്സയിൽ വന്ന പിഴവ് കാരണം നീട്ടി കൊണ്ടുപോയി അവസാനം മലബാർ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് CT സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായത് എല്ലിന് മുറിവുണ്ട്, അതിന് പഴുപ്പുണ്ട് എന്നൊക്കെ മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് വലിയ ഭീമമായ ചികിത്സാ ചിലവായതുകൊണ്ട് അവിടെ നിന്ന് 5 ദിവസം ICU കിടന്നു. അപ്പോൾ വലിയ പൈസ ആയതുകൊണ്ട് താങ്ങാനാവാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ മെഡിക്കലിലേക്ക് വന്നാൽ ഇവിടുന്ന് യൂറോളജി ഒ.പിയിൽ വാർഡിൽ 2 ദിവസം കിടത്തുമ്പോഴേക്കും ആകെ എല്ലാ ഓർഗനിലേക്കും ഇതിൻ്റെ വ്യാപിച്ചിരുന്നു, ഇൻഫെക്ഷൻ ബാധിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നതിനാൽ
അവർ പിന്നെ മെഡിക്കൽ ഐസിയുലേക്ക് മാറ്റി, ഐസിയുന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ പരാതി കൊടുത്തേക്ക്. കാരണം അത്രയും ഈ ഇൻഫെക്ഷൻ ആകുന്നവരെ ഇവരൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. ഇവർ വെറും റെഡിയാവും 10 മാസത്തോളം റെഡിയാവും പറഞ്ഞ വേദനയും ഈ പഴുപ്പും സഹിച്ച് ഇയാളിങ്ങനെ ഇന്ന് രാവിലെ മരണപ്പെട്ടു. ഇതാണ് റീജിത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ആരോപണത്തിന് പിന്നാലെ കുടുംബം ഇന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരെ അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കമുള്ളവർ ഇവരുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 HODമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3 HODമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു വകുപ്പ് തല അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ഇനി നിയമപരമായി തന്നെ നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.